വള്ളിച്ചെടികൾ കൊണ്ട് വീടിൻ്റെ മതിലുണ്ടാക്കിയാലോ? ചെലവ് കുറയ്ക്കാൻ വേണ്ടിയൊന്നും അല്ല കേട്ടോ, ചൂടിനെ മറികടക്കാൻ വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് എലത്തൂർ സ്വദേശിയായ മൊയ്തീൻ കോയ നിർമ്മിച്ച മതിലാണിത്. കാലത്തെയും ഉയർന്ന താപനിലയാണല്ലോ ഇപ്പൊ, 38-40 കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട്. ഞങ്ങളൊക്കെ ചൂടിന് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക. ഇവിടെ വന്നപ്പോ ചൂട് അറിയുന്നേ ഇല്ല കേട്ടോ. കാരണം ഇപ്പോഴും ചൂടെന്ന് വെച്ചാൽ ഇത് തണുപ്പുള്ള മിറ്റെന്നാണ് എല്ലാവരും പറയാ. അപ്പൊ അതുകൊണ്ടിട്ട് ചൂടുകാലത്തും ഒരേ മാതിരി തന്നെ നാച്ചുറൽ തന്നെ നിൽക്കും. ഞങ്ങൾ വീടുണ്ടാക്കി 40 കൊല്ലം കഴിഞ്ഞു. അതിൽ തന്നെ 4 മണിപ്ലാൻ നിങ്ങൾ കുപ്പിയിൽ വളർത്താമെന്ന് പറഞ്ഞിട്ട് വിചാരിച്ചാൽ കൊണ്ടുവന്നത്. പിന്നെ അത് കുപ്പിയിൽ നിന്ന് എടുത്തിട്ട് പുറത്തേക്ക് കുഴിച്ചിട്ട് അപ്പോൾ പെട്ടെന്ന് വളരുന്നൊരു സ്വഭാവമാണെന്ന് തോന്നിയപ്പം അതിൽ എന്താ പറയുക, നമ്മൾ പാർക്കിലൊക്കെ സാധാരണ പോയി കഴിഞ്ഞാൽ വെട്ടി നിർത്തുന്ന പിന്നെ മൈലാഞ്ചി അല്ലാതെ കുറ്റിച്ചെടി പോലത്തെ ചെടികളുണ്ടാവും. അപ്പോൾ ആ ചെടികളുടെ കൂടെ തന്നെ ഇതിനെയും കൂടി ചേർത്തിട്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു അതായത് ഉയരത്തിൽ വരുന്നത്. ആദ്യം ഇത് ജസ്റ്റ് ഫ്ലോറിനോട് മുട്ടിയിട്ടാണ്, ഇപ്പം 6 അടി 8 അടിയോളം പൊക്കത്തിലായിട്ടുണ്ടാണ്. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് വളമോ അങ്ങനെയുള്ള ഒന്നുമില്ല, കീടനാശിനി വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, വെള്ളം മാത്രം തളിച്ചു കൊടുക്കുക. പിന്നെ പരിപാലനം എന്ന് പറഞ്ഞാൽ വള്ളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാതെ നമ്മൾ സംരക്ഷിച്ച് കൊണ്ടെടുക്കുക. മറ്റേ വള്ളി അങ്ങോട്ടും ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് കാണാനൊരു രസം ഉണ്ടാവില്ല. നമ്മുടെ കയ്യിൻ്റെ സ്പർശനം ഇതിന് നന്നായിട്ട് ഉപയോഗമാകുന്ന മാതിരിയാണ് തോന്നുന്നത്. അതുകൊണ്ടിട്ടാണ് എത്രയും പെട്ടെന്ന് ഇതിങ്ങനെ പൊങ്ങി വരുന്നത്. അധികം വെള്ളം ഇതിന് ചിലവാകുന്നില്ല. ഓസിട്ടിട്ട് ഇങ്ങനെ ചടാപാരൻ്റെ ആവശ്യമില്ല, തളിച്ച് നന്നായി ഇതിൻ്റെ ഇല മാത്രം നനഞ്ഞിട്ടാണ്. ഇലൻ്റെ മുകളിൽ തന്നെയാണ് ഇതിൻ്റെ വേരും വരുന്നത്. സാധാരണ എല്ലാവരും സിമെൻറ്റ്, കോൺക്രീറ്റ്, കട്ടൊക്കെ വെച്ചിട്ട് മതിലുണ്ടായിരുന്നു. അപ്പോൾ ഇല കൊണ്ടുള്ള മതിലാകുന്ന സമയത്ത് ഇതേമാതിരി, അതായത് 10-60 കൊല്ലത്തിൻ്റെ ശേഷം ഏറ്റവും ചൂടുള്ളൊരു സമയമാണ് ഇപ്പം വന്നത്. അപ്പോൾ ഈ ഇങ്ങനത്തെ മതിലാകുന്ന സമയത്ത് എന്താ പറയുക, നമുക്ക് എപ്പോഴും തണുപ്പുണ്ടാകും. അത് പെയിൻ്റ് അടിച്ച് പരിപാലിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പച്ച എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരത്തിലേക്കാണെങ്കിലും ശരി, മനസ്സിലാണെങ്കിലും കണ്ണിനാണെങ്കിലും ഒരു കുളിർമ തോന്നുന്ന സാധനം. ഇതിനെക്കുറിച്ച് പഠിക്കാനോ അങ്ങനെ എന്തെങ്കിലും ആരും വന്നിട്ടുണ്ടോ? പഠിക്കാൻ റേഡിയോയിലെ പിന്നെ വയലുംവീട് പ്രോഗ്രാമിൽ കൊല്ലം പോകുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ആവശ്യസസ്യങ്ങൾ കൃഷി ചെയ്യുന്നവർ വന്ന് നോക്കാറുണ്ട്. കോർപ്പറേഷൻ്റെ അംഗീകാരങ്ങളും പിന്നെ കൃഷിഭവൻ്റെ അംഗീകാരം, ഫോറസ്റ്റിൻ്റെ അങ്ങനെയുള്ളതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നല്ല എനിക്ക് കാര്യം. ആരെങ്കിലും ഇതേമാതിരി ഒരു 10 മരട് വെച്ച് പിടിപ്പിക്കുക, അതിനുള്ള പ്രോത്സാഹനം കൊടുക്കാൻ തയ്യാറാണ്. അതിനുള്ള ക്ലാസ് എടുത്ത് കൊടുക്കാൻ, അത് ചെയ്തു കൊടുക്കാനും അതും തയ്യാറാണ്. ഷിജിൻ നാരിപ്പറ്റയ്ക്കൊപ്പം നയൻതാര, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.